പഠിക്കണ കാലം ഒന്ന് ഓർത്തെടുക്കണം. പഠിക്കണ കാലത്ത് 1ാം സ്ഥാനം എല്ലാ പരീക്ഷയ്ക്കും കിട്ടുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനോട് എല്ലാവർക്കും ബഹുമാനമാണ്. ആ കുഞ്ഞുമായി കൂട്ടുകൂടാൻ എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഒരാൾക്കൊഴിച്ച് ആ ഒരാൾ 2ാം സ്ഥാനക്കാരനാണ്. 2ാം സ്ഥാനക്കാരന്റെ ഉള്ളിൽ അവനൊരു ശത്രുവിനെ ഉണ്ടാക്കി വെക്കും. അതാരായിരിക്കും? 1ാം സ്ഥാനക്കാരനാണ്. എങ്ങനെയെങ്കിലും എനിക്ക് 1ാം സ്ഥാനം നേടിയെടുക്കണം. ഈ കാര്യം 1ാം സ്ഥാനക്കാരൻ അറിയുമോ? അറിയില്ല. അവൻ വളരെ നിഷ്കളങ്കമായി 2ാം സ്ഥാനക്കാരനോട് കൂട്ടുകൂടുമ്പോൾ ഇവൻ കുറച്ച് ഗൗരവത്തോടു കൂടി കൂടെ നിൽക്കും. ഈ 2ാം സ്ഥാനക്കാരന്റെ ഉള്ളിൽ 1ാം സ്ഥാനക്കാരൻ ഒരു ശത്രുവായി മുദ്ര കുത്തും. അവനെ കാണുമ്പോൾ 2ാം സ്ഥാനക്കാരന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ദേഷ്യം. ആ 1ാം സ്ഥാനക്കാരനെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ, പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവന്റെ ഗുണങ്ങളെ വിളിച്ചു പറയുമ്പോൾ 2ാം സ്ഥാനക്കാരന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു അസൂയ, ഒരു കുശുമ്പ്, ഈ സ്വഭാവം കർണന്റെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. കർണന്റെ ജീവിതത്തിൽ 1ാം സ്ഥാനക്കാരൻ അർജുനനായിരുന്നു. അർജുനനെ സ്വയം ശത്രുവായി അങ്ങ് തീരുമാനിച്ചു. അർജുനനുള്ള സർവ്വയിടങ്ങളിലും അർജുനനെ ഞാൻ കൊല്ലും, അർജുനനെ കൊല്ലാൻ ഞാൻ എന്തും ചെയ്യും, അവനാണ് എന്റെ മുഖ്യ ശത്രു. സ്വന്തം അമ്മ എന്ന് പറഞ്ഞപ്പോഴും അമ്മ, അർജുനനൊഴിച്ച് മറ്റൊരാളെയും ഞാൻ കൊല്ലില്ല, അർജുനൻ മുഖ്യ ശത്രുവാണ്. എവിടെയൊക്കെ അർജുനനെ ഇകഴ്ത്താമോ അവിടെയൊക്കെ ഇകഴ്ത്തും. അർജുനനേക്കാളും കേമനാണെന്ന് കാണിക്കാൻ നുണ പറഞ്ഞ്, എല്ലാ പൊളിവചനങ്ങളും പറഞ്ഞ് കർണൻ തന്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. എത്ര കഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അർജുനന് ബ്രഹ്മാസ്ത്രം കിട്ടി. എനിക്കും വേണം ബ്രഹ്മാസ്ത്രം, ഞാനും അവനെ പോലെ തന്നെയാണ്. നുണ പറഞ്ഞു പോയില്ലേ പരശുരാമന്റെ അടുത്ത്, എന്നിട്ട് കിട്ടിയോ? ശാപം കിട്ടി. എന്തൊക്കെയാണോ കർണൻ അർജുനനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത്, അതിനുവേണ്ടി ചെയ്ത സമയങ്ങളിലെല്ലാം, എന്നാൽ അർജുനൻ ഈ വിവരം അറിയൂല. അർജുനന് കർണനോട് ബഹുമാനം. പക്ഷേ കർണന്റെ ഉള്ളിൽ അർജുനൻ എന്ന മുഖ്യ ശത്രുവിന് വേണ്ടി അവനുമായി കിടന്നുറങ്ങുമ്പോൾ പയറ്റാണ്. ഉണർന്നിരിക്കുമ്പോഴും അവനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ തോൽപ്പിക്കാൻ എന്താ വഴി? അപ്പോഴാണ് കവചകുണ്ടലങ്ങൾ ജന്മനാ ഉള്ള കർണൻ, അത് ആ കവചകുണ്ടലം ഉള്ളത് കൊണ്ട് കർണന് മരണമുണ്ടാവില്ല. പക്ഷെ കർണനെ തോൽപ്പിക്കാം. ഇത് രണ്ടും തമ്മിൽ മനസ്സിലാക്കണം. കർണനെ തോൽപ്പിക്കാം. കവചകുണ്ടലങ്ങൾ ജന്മനാ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റും, കൊല്ലാൻ പറ്റില്ല. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ കർണനെ കൊല്ലണമെങ്കിൽ എങ്ങനെയെങ്കിലും കവചകുണ്ടലങ്ങൾ ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു പദ്ധതി ഒരുങ്ങി. ഇന്ദ്രൻ തന്റെ മകനു വേണ്ടി ആ കവചകുണ്ടലങ്ങൾ ദാനം ചോദിക്കാൻ, കർണനൊരു സ്വഭാവമുണ്ട്. പക്ഷെ മഹാഭാരതത്തിൽ ഒരൊറ്റ സ്ഥലത്തും ദാനം കൊടുക്കുന്ന കഥയൊന്നുമില്ല. പക്ഷെ ഭീഷ്മർ പറയുന്നുണ്ട് കർണന്റെ നല്ല സ്വഭാവത്തെ പറ്റി, ദാനം ചെയ്യുന്നവനാണ്. കൃഷ്ണൻ പറയുന്നുണ്ട് ദാനം ചെയ്യുന്നവനാണ്. കർണൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ദാനം ചെയ്യുന്നവനാണ്. പക്ഷെ മഹാഭാരതത്തിൽ ഒരിടത്തും കർണൻ ദാനം ചെയ്യുന്ന കഥകൾ ചിലപ്പോൾ 1ഓ 2ഓ ഒക്കെ കാണുള്ളൂ. പക്ഷെ എല്ലാവരുടെ അനുഭവങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം കർണന്റെ നല്ല സ്വഭാവമാണ് ദാനം ചെയ്യാൻ. ഈ ദാനം ചെയ്യുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഏത് സമയത്ത് എപ്പോഴും ചെന്നാൽ കൊടുക്കില്ല. രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ട് തന്റെ പിതാവായ ആ അഗ്നിവർണ്ണനെ, പ്രചണ്ഡകിരണനെ, സഹസ്രകിരണനെ, വിവസ്വാനെ, ആദിമദൂതനെ, ആ പകലോനെ, ഭാസ്കരദേവനെ, സവിതൃഭാവമുള്ളവനെ, ആ ഹിരണ്യഗർഭനെ, ആ ദിവാകരനെ, ദിവസമാണ് ദിവസമുണ്ടാക്കുന്ന ദിവാകരനെ എല്ലാ ദിവസവും രാവിലെ തൊഴുന്ന സമയത്ത്, ആ സമയത്ത് ആര് വന്ന് ചോദിച്ചാലും കർണൻ കൊടുക്കും. ആ സമയമാണ്. കർണൻ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ആ സമയത്ത് വരാൻ ഇന്ദ്രൻ പദ്ധതിയിട്ടത്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ ഈ ജാഗ്രതയിൽ ഇരിക്കുന്നത് പോലെ തന്നെ സ്വപ്നത്തിലും നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവും. അത് ഇന്നത്തെ സ്വപ്നം അല്ല, അന്ന് സ്വപ്നം പോലും ജാഗ്രത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ അച്ഛനായ സൂര്യൻ വന്നു പറഞ്ഞു, നാളെ മോനെ നീ ശ്രദ്ധിക്കണേ, നാളെ നിന്റെ കവചകുണ്ടലങ്ങൾ, ജന്മഹേതുവായി നിനക്ക് ലഭിച്ച കവചകുണ്ടലങ്ങൾ ചോദിക്കാൻ ഇന്ദ്രൻ വരും, നീ കൊടുക്കരുത്. അപ്പോ അച്ഛനോട് മോൻ പറഞ്ഞു, സ്വപ്നത്തിലാണ് സംഭാഷണം,
ജാഗ്രത പോലെ തന്നെയാണ് ആ കാലത്തെ സ്വപ്നവും. ആ സമയത്താണ് മുൻകൂട്ടി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛാ, ഞാൻ ഈ സൂര്യോപാസന ചെയ്തു കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കൊടുത്താൽ അത് നിനക്ക് മരണഹേതുവായിരിക്കും. കാരണം പറഞ്ഞു, എനിക്കത് പ്രശ്നമല്ല. അപ്പോൾ അച്ഛൻ ഒരു ഉപായം പറഞ്ഞു, മോനെ, അങ്ങനെയാണെങ്കിൽ കവചകുണ്ടലങ്ങൾക്ക് പകരം നീ മറ്റൊന്ന് വാങ്ങിയെടുക്കണം. അത് അമോഘമായിരിക്കണം. നോക്കൂ, ഇവിടെ അച്ഛനാണ് മകനെ വഴിതെറ്റിച്ചത്. സത്യത്തിൽ കവചകുണ്ടലം കർണന്റെ ജീവിതത്തിൽ ദാനമല്ല. നമ്മൾ ദാനമായി പറയുന്നത് കവചകുണ്ടലമാണ്, ഒരിക്കലുമല്ല. പിറ്റേ ദിവസം ആ സമയത്ത് ഇന്ദ്രൻ വന്നു. ബ്രാഹ്മണ വേഷത്തിലാണ് വന്നത്. വന്നപ്പോൾ തന്നെ കർണൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇന്ദ്രനാന്നറിയാം, ഉള്ള കാര്യം പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞു, കവചകുണ്ടലം ഞാൻ തരാം. ഇനി ഒരു മാറ്റക്കച്ചവടം നടക്കുകയാണ് അവിടെ, ഒരു ബാർട്ടർ സിസ്റ്റം നടക്കുകയാണ് അവിടെ. കവചകുണ്ടലം ഞാൻ തരാം, പക്ഷെ എനിക്ക് അർജുനനെ കൊല്ലുവാനുള്ള അമോഘം അതെനിക്ക് തരണം, ആ വേലെനിക്ക് തരണം. അങ്ങനെ കവചകുണ്ടലങ്ങൾ കൊടുത്ത് അമോഘം വാങ്ങുന്ന ഒരു മാറ്റക്കച്ചവടം. എന്തായിരുന്നു ഉദ്ദേശം? അർജുനനെ കൊല്ലുക. എവിടെയാണ് കർണന് പിഴച്ചുപോയത്? നമ്മൾ നല്ല പോലെ മഹാഭാരതം വായിച്ച് കർണനെ പഠിക്കണം, നല്ല ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞ് നല്ലവനാകണമെങ്കിൽ നല്ല ഭംഗിയാ കർണനെ കാണാൻ, നല്ല കഴിവുണ്ട്. പക്ഷെ കാര്യമില്ല, ഈ ഗർഭകാലം, ആ കാലത്ത് അമ്മയുടെ വ്യവഹാരം, ആ സംയോഗ സമയം, ഇതൊക്കെ ഒരു കുഞ്ഞിന്റെ സ്വഭാവത്തെ നിർണയിക്കണ കാര്യങ്ങളാണ്. ഈ ബോധമുണ്ടായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായ മതി, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള ചുമതല അച്ഛനമ്മമാർക്ക്. നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളെ കുറ്റം പറയുമ്പോൾ അവരാ ജനിച്ച സമയത്തെ പറ്റി നമ്മളൊന്ന് ആലോചിക്കൂ. ആ 10 മാസത്തെ കുറിച്ചൊന്ന് ആലോചിക്കൂ. നമ്മുടെ കയ്യിൽ കിട്ടിയ 3.5 വയസ്സ് വരെ നമ്മൾ എന്താ അവർക്ക് കൊടുത്തതെന്നൊന്ന് ആലോചിക്കൂ. 7 വയസ്സ് വരെ നമ്മൾ അവരെ എങ്ങനെയാ വളർത്തിയെടുത്തത്? ഇന്നലകളിൽ സംഭവിച്ച അബദ്ധത്തെ സുബദ്ധമാക്കാൻ കിട്ടിയ കാലം നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? അവന്റെ ഉള്ളിലുള്ള വിചിത്ര സ്വഭാവങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ ഞങ്ങൾ എത്ര ശ്രദ്ധയോടെ, ഞങ്ങൾക്ക് ഇന്നലെ അപകടം പറ്റി, ഇന്നലെ ഞങ്ങൾക്ക് അശ്രദ്ധ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അബദ്ധം പറ്റി, ആയിക്കോട്ടെന്ന്. പക്ഷെ അത് സുബദ്ധമാക്കണ്ടേ? ഇനിയെങ്കിലും ചെയ്യണ്ടേ? സമയം വൈകിട്ടൊന്നുമില്ല. ഇനിയെങ്കിലും ബോധപൂർവം കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈചിത്ര്യങ്ങൾക്കനുസരിച്ച് പെരുമാറും. നമ്മുടെ വൈചിത്ര്യം അനുസരിച്ച് നമുക്ക് ചില സ്വഭാവത്തിന്റെ വൈചിത്ര്യമുണ്ട്, അതൊക്കെ കളയൂ. കാരണം നമ്മൾ അച്ഛനമ്മമാരായി, ഇനി മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർക്ക് വേണ്ടി അവരെ നേരിന്റെ വഴിയിൽ കൊണ്ടുപോകാൻ, അവരെ ഇന്നലകളിൽ സംഭവിച്ച അബദ്ധം മാറി സുബദ്ധമാക്കാൻ നമുക്ക് വലിയ സംഭാവന ചെയ്യണം. അച്ഛനമ്മമാർ വിചാരിച്ചാൽ കുഞ്ഞുങ്ങൾ നന്നാക്കും. ഏത് സമൂഹവും എന്ത് മരീചികയും സൃഷ്ടിച്ചോട്ടെ, ആ കുഞ്ഞു വഴി തെറ്റില്ല. തെറ്റിയാലും തിരിച്ചു വരും. തിരിച്ചു വരണ്ടേ? തിരിച്ചു വരും. അങ്ങനെ വേണമെങ്കിൽ കർണന്റെ ജീവിതത്തിൽ സംഭവിച്ച അതുവരെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണേ. അതുവരെ കർണന് തോൽവി ഉണ്ടായിരുന്നു, മരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കവചകുണ്ടലം കൊടുത്തതോടുകൂടി, ശ്രദ്ധിക്കണം, കവചകുണ്ടലങ്ങൾ കൊടുത്തതോടുകൂടി കർണന് തോൽപ്പിക്കാൻ ഇനി പറ്റും. പക്ഷെ കർണനെ കൊല്ലാൻ പറ്റും, തോൽപ്പിക്കാൻ പറ്റില്ല. കവചകുണ്ടലം ഉള്ളതുകൊണ്ട് കൊല്ലാൻ പറ്റില്ലായിരുന്നു, ഇനി കൊല്ലാൻ പറ്റും. പക്ഷെ ഇനി കർണനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം കർണന്റെ കയ്യിൽ എന്തുണ്ട്? അമോഘമുണ്ട്. ശ്രീകൃഷ്ണനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് ഇതായിരുന്നു. കർണന്റെ കവചകുണ്ടലം പോയപ്പോൾ പാണ്ഡവന്മാരെല്ലാം സന്തോഷിച്ചപ്പോൾ ഒരാൾ മാത്രം വിഷമിച്ചു, അത് കൃഷ്ണനാണ്. ഇവിടെയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ നാം മനസ്സിലാക്കേണ്ടത്. ശ്രീകൃഷ്ണൻ ചിന്തിച്ചു, ആ അമോഘം കയ്യിലിരുന്നാൽ അർജുനനെ കൊല്ലും തീർച്ച. അതിനു മുൻപ് 4 പ്രാവശ്യം യുദ്ധം ചെയ്തപ്പോഴും അർജുനന്റെ മുന്നിൽ കർണൻ തോറ്റിരുന്നു. കർണൻ ഇന്ന് വരെ അർജുനനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടില്ല.
അർജുനനെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ 4 തവണ തോറ്റ് തുന്നമ്പാടി ഓടിപ്പോയവനാ. ഒരിക്കൽ ബോധം കെട്ട് വീണു. ധരിച്ച വസ്ത്രമെടുത്ത് ബൃഹന്നള എന്ന അർജുനൻ ഉത്തരയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. വസ്ത്രം വരെ ഊരി എടുത്തു കൊണ്ടുപോയത് അർജുനൻ. നിലനിൽക്കാൻ പറ്റാതെ കൗരവരിൽ ഏറ്റവും പിന്നിലുള്ള ആ കുഞ്ഞന്റെ തേരിൽ കയറി ഓടി രക്ഷപ്പെട്ടു. എന്തൊക്കെ തോൽവികളാണ് ഇതുവരെ. വായിച്ചു നോക്കൂ മഹാഭാരതം, ചിട്ടില്ല. പക്ഷെ ഇനി അർജുനന് ജയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഘടോൽഗജനെ കൊണ്ടുവരുന്നതും ഘടോൽഗജനെ ആ വേല് അമോഘം അതൊരു യുദ്ധതന്ത്രമാണ്, സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി കൃഷ്ണൻ ഉപയോഗിക്കുന്നതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. രാത്രി യുദ്ധം ആരംഭിച്ചതുകൊണ്ടാണ്. ധർമ്മയുദ്ധത്തിൽ രാത്രി യുദ്ധമില്ല. ഭീഷ്മർ ദുര്യോധനിട്ട് കുത്തും ഇടയ്ക്കിടയ്ക്ക്. ശിഷ്യനോട് കൂടുതൽ സ്നേഹമുണ്ട്, പാണ്ഡവരോടാ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറഞ്ഞ് കുത്തുമ്പോ ആ ദേഷ്യം കൊണ്ട് ധർമ്മയുദ്ധത്തിന് വിരുദ്ധമായി ആദ്യമായി രാത്രി യുദ്ധം ആരംഭിച്ചതോടുകൂടി ധർമ്മയുദ്ധം അവിടെ അവസാനിച്ചു. നമ്മൾ പലപ്പോഴും ധർമ്മയുദ്ധത്തിൽ എന്താ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ധർമ്മയുദ്ധം 11 ദിവസം കഴിഞ്ഞോടുകൂടി അത് അവസാനിച്ചു. രാത്രി യുദ്ധം വന്നതോടുകൂടി ആ ധർമ്മയുദ്ധം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്നുള്ള കുരുക്ഷേത്രത്തിൽ നിന്ന് ധർമ്മം മാറിയോടുകൂടി രാത്രിഞ്ചരനായിട്ടുള്ള ഘടോൽഗജനെ കൊണ്ടുവരികയാണ്. ആ വേല് അമോഘം അത് കർണൻ ഉപയോഗിക്കേണ്ടി വരികയാണ്. എത്ര വിഷമം ഉണ്ടാകും അത് ഉപയോഗിച്ചപ്പോൾ. ഘടോൽഗജൻ മരണപ്പെട്ടപ്പോൾ പാണ്ഡവന്മാരെല്ലാം കരഞ്ഞു, ഒരാൾ മാത്രം ചിരിച്ചു, കൃഷ്ണൻ. ഇനി പാണ്ഡവര് ജയിക്കും, ഇനി അർജുനന് ജയിക്കാം. എന്തുകൊണ്ടാ? ഈ അമോഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അർജുനൻ നോക്കിയപ്പോൾ കൃഷ്ണൻ ഡാൻസ് കളിക്കാന്നൊക്കെ സന്തോഷം കൊണ്ട് കയ്യൊക്കെ അടിച്ചിരിക്കുകയാണ്. ആൾക്ക് ഇപ്പോഴാ ഭയങ്കര പിരിമുറുക്കായിരുന്നു. ആ പിരിമുറുക്കത്തിൽ നിന്ന് അപ്പൊ ചോദിച്ചു, ഘടോൽഗജൻ മരണപ്പെട്ടിട്ട് അങ്ങക്ക് വിഷമമില്ലേ കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഈ ഘടോൽഗജനെ കർണൻ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു. അവൻ അത്ര കുഴപ്പക്കാരനാ. യജ്ഞങ്ങളെ മുടക്കുകയും കാവ്യ വസ്ത്രധാരികളെ കൊന്നൊടുക്കുകയും ചെയ്ത വിഘ്നകാരിണിയാണ് അവൻ. അവനെ ഞാൻ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് അത് ഭാഗ്യത്തിന് കർണൻ ചെയ്തു, അതുകൊണ്ട് എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നില്ല. ആരാ പറഞ്ഞേ? കൃഷ്ണൻ. അത്ര കുഴപ്പം പിടിച്ചവനെ ഘടോൽഗജൻ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഗ്രന്ഥവും ഏത് കഥയും വായിച്ചോളും, ഒക്കെ കിട്ടാവുന്നതെല്ലാം വായിക്കും. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ നിൽപ്പുതറ ഒരു പ്രമാണ ഗ്രന്ഥമായിരിക്കണം. രാമായണത്തെ സംബന്ധിച്ച് വാൽമീകി രാമായണവും മഹാഭാരതത്തെ സംബന്ധിച്ച് വ്യാസ ഭാരതം, ഈ 2 കാര്യം വായിച്ചതിന് ശേഷം ലോകത്ത് ഇതിനെ അധികരിച്ച് ഏതൊക്കെ ഗ്രന്ഥം ഉണ്ടായിരുന്നോ അതൊക്കെ വായിക്കൂ. ചിതകരിക്കുന്നത് പോലെ വായിച്ചോളൂ. അപ്പോൾ നമുക്ക് ഏത് തള്ളണം ഏത് കൊള്ളണം എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ എല്ലാം കൊണ്ടു കഴിയുമ്പോൾ അവസാനം നമ്മൾ കേൾക്കുക അതിലങ്ങനെയായിരുന്നു. അവസാനം എന്താ അറിയുക? ആ അവസാനം കേട്ടതിനെ തള്ളിക്കളെ. കാരണം എൻ്റെ ഉള്ള് ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മൂലഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ചാണെങ്കിൽ വൃദ്ധനായ ദശരഥൻ ദേവിയുടെ ഏത് ഇഷ്ടത്തിനനുസരിച്ചും പെരുമാറിക്കൊള്ളും. അതുകൊണ്ട് ദേവി ചൊടിച്ചു കഴിഞ്ഞാൽ ഈ കൈകേയി ദേഷ്യപ്പെട്ടാലേ നേർക്ക് നേരെ പോലും നോക്കില്ല ദശരഥൻ. അത്ര സ്നേഹമാണ്. അതുകൊണ്ട് ദേഷ്യമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദേവിയുടെ നേരെ നോക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. ദേവി പൊതുവെ ഒരു അമാന്തക്കാരിയാണ്. ആ അമാന്തമൊക്കെ ഇപ്പൊ മാറ്റണം. ദേവിയുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടി രാജാവ് പല ഓഫറുകളും തരും. അമൂല്യങ്ങളായ രത്നങ്ങൾ ഓഫർ ചെയ്യും, പവിഴങ്ങളും മുത്തുകളും ഓഫർ ചെയ്യും, പൊന്നാണ്യങ്ങളും ശ്രേഷ്ഠ വസ്തുക്കളും ദേവിക്ക് വേണ്ടിയിട്ട് തരാൻ രാജാവ് തയ്യാറാകും. അതിലൊന്നും ആശ വെക്കരുത്. ആവേശം കൊണ്ട് നല്ല സ്വർണം ഒരു 100 പവൻ എന്നൊക്കെ കേട്ടാൽ പഴയ കാര്യങ്ങളൊന്നും മറന്ന് അതിന്റെ പിന്നാലെ പോകരുത്. അപ്പോൾ തീർച്ചയായും മുഖ്യ കാര്യം മനസ്സിൽ വേണം. എന്ത് തരുന്നു പറഞ്ഞാലും 2 കാര്യം മനസ്സിലുണ്ടാകാവൂ. അത് ആ 2 വരങ്ങളാണ്. അവസാനം രാജാവ് വരങ്ങൾ തരാം എന്ന് വാക്ക് കിട്ടിയാൽ സ്വയമായി അദ്ദേഹം ദേവിയെ എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് എഴുന്നേൽക്കാവൂ. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മളൊന്ന് ചാടിക്കേറി അപ്പോഴേക്ക് എഴുന്നേൽക്കരുത്. അദ്ദേഹം പിടിച്ച് എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് ആ തലമുടി ഇടകളിലൊക്കെ ഒന്ന് വിരലോടിച്ച് അദ്ദേഹം നമ്മളോട് വളരെ
അനുരാഗപൂർവമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ മാത്രം ഉറപ്പ് കിട്ടിയിട്ട് എഴുന്നേൽക്കാവൂ. എന്തൊരു ട്രെയിനിങ് നോക്കൂ. ഇങ്ങനെ 2 മന്ദര ഉണ്ടായ ഏത് വീടാ നന്നാവാത്തത് അല്ലേ? ഒരു കൂട്ടുകൂടുമ്പൊക്കെ ഒരു 16 വീടായി തീരണമെങ്കിൽ ഇങ്ങനെ ഒരാൾ മതി ഒരു വീട്ടിൽ. എന്തിനാ അധികം വേണ്ടത്? മന്ദര പറഞ്ഞ് ഈ മനഃശാസ്ത്രം നമ്മളൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ഏതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. എല്ലാം ടിക്കുണ്ടാവും. പലപ്പോഴായി പല സമയങ്ങളിൽ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ ചെയ്യാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമുക്ക് ഇത്തിരി മനസാക്ഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ധാരാളം ഓഫർ കിട്ടിയാലും അതിലൊന്നും വീണു പോകരുത്. രാമൻ വനത്തിൽ പോയാൽ വളർന്ന് വേരുറയ്ക്കുന്ന പ്രജാസ്നേഹം കൊണ്ട്, അതാണ് അവരുടെ മനഃശാസ്ത്രം. രാമൻ വനത്തിൽ പോയാൽ വളർന്ന് വേരുറയ്ക്കുന്ന പ്രജാസ്നേഹം കൊണ്ട് ഭരതൻ എന്നും എന്നും അയോധ്യയുടെ രാജാവായി വാഴാം. അതുകൊണ്ട് സർവൈശ്വര്യവും നമുക്ക് കിട്ടും. അങ്ങനെ അനർത്ഥപൂർണമായ അഭിപ്രായം അർത്ഥപൂർണമായ അഭിപ്രായമാണെന്ന് തെറ്റിദ്ധരിച്ചു. നമുക്കും ഇതൊക്കെ പറ്റാറുണ്ട്. പലരും പറയുന്ന അഭിപ്രായങ്ങൾ അനർത്ഥമാണ്, പക്ഷെ നമുക്കത് അർത്ഥമുള്ളതായി തോന്നും. അതാ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ പറ്റിയ അപകടം. ഉള്ള സൗഹൃദങ്ങള്, കുടുംബക്കാര് സർവ്വതും നഷ്ടപ്പെട്ടു നമുക്ക്. അതുകൊണ്ട് അവരും ഇത് കേട്ടപ്പോൾ കൈകഴുകി തലകുലുക്കി. ഇത്രയും കേട്ടതോടുകൂടി അവർ വളരെ ഉഷാറോടുകൂടി എഴുന്നേറ്റു. നോക്കൂ, ഇത്രയേ ഉള്ളൂ. ഒരാളെ ഈ മനം മാറ്റി മതം മാറ്റും. മതം അഭിപ്രായോ മതം നാമ. ഈ തത്വവേദികളായ മഹത്തുക്കളുടെ അഭിപ്രായങ്ങളാണ് മതം. അത്രയേ ഉള്ളൂ. അല്ലാതെ മതം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു അർത്ഥം നമ്മൾ ഗണിക്കരുത്. ശ്രീനാരായണ ഗുരുദേവനാണ് മതം എന്ന ശബ്ദത്തിന് സുന്ദരമായി നമുക്ക് തന്നത് അഭിപ്രായോ മതം നാമ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ്. എങ്ങനെയുള്ള അഭിപ്രായം? മഹത്തുക്കളായ തത്വവേദികൾ ലോകത്തിനോട് പറഞ്ഞ ചിരന്തനമായ അഭിപ്രായങ്ങളാണ് മതം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇതിമേ മത, ഇതെന്റെ മതമാണ്, എന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമാണ്. നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി അർജുന. മതമെന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം. ഈ അഭിപ്രായം, ഇന്നൊരു അഭിപ്രായം പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ്. നാളെ ഈ കാലവും കാലഘട്ടവും മാറിയാൽ ഈ അഭിപ്രായം മാറും. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുണ്ടായ മതഗ്രന്ഥങ്ങൾ എല്ലാം കാലത്തിനനുസരിച്ച് നവീകരിക്കണം. എല്ലാ കാര്യങ്ങളിലും ഇന്നവേഷൻസ് വരണം. എല്ലാം, ഏത് ഗ്രന്ഥവും, എൻ്റെ കിതാബ് എല്ലാ കാലത്തും 1600 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഇന്നും സത്യമാണെന്ന് ചിന്തിച്ചാൽ അബദ്ധം പറ്റും. അന്നത്തെ കാലത്തെ നിയമം ഇന്നത്തെ കാലത്തിലില്ല. അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് ക്രോഡീകരിക്കണം. ആവശ്യമില്ലാത്തത് മാറ്റണം, ആവശ്യമുള്ളത് വീണ്ടും ഒന്നുകൂടി വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിച്ച് ഒരു ഗ്രന്ഥം എല്ലാ കാലത്തിനും അനുസരിച്ച് കാലിക പ്രസക്തിയുള്ളതാകണം. അതാണ് ഈ ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത. അത് കാലത്തിനനുസരിച്ച് മാറ്റമുണ്ട്. മതങ്ങളുടെ പ്രശ്നം, അവർ ഈ കിതാബ് തന്നെ സത്യമെന്നും പറഞ്ഞ് അത് നെഞ്ചി പിടിച്ച് നടന്നാൽ അത് 2000 കൊല്ലം മുൻപ്, 1600 1800 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. കാലികമായി പഴയ വാക്കുകളെ പുതിയ കാലത്തിനനുസരിച്ച് നിർവചിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ. അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടത് ഇന്നത്തെ മത മേലധ്യക്ഷന്മാർ ഒരുമിച്ചിരുന്ന് എല്ലാ മതത്തെയും കാലികമായി പരിഷ്കരിക്കണം. ഈ പരിഷ്കാരമാണ് എന്നും നിലനിൽക്കാൻ ആവശ്യം. നമ്മളൊക്കെ എത്ര മാറി എന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കൊക്കെ എത്ര പ്രായമുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം മാറി. നമ്മുടെ വീടുകളിൽ നമ്മൾ ഇന്നലകളിൽ കഴിച്ചതുപോലെയല്ല ഇന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും. കാരണം നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നേ പറ്റൂ, എന്നാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് രാജാവ് എന്ന നിലയിൽ ഭരതന്റെ ഉറപ്പ്, ഇവിടെ മന്ധര മതം മാറ്റുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും മതം മാറിപ്പോകുന്നത്. എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഈ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് നമ്മൾ കേട്ടത്, മനുഷ്യ മനസ്സിനെ മതം മാറ്റാനുള്ള, ഇല്ലാത്ത ഒന്ന് അവരുടെ ഉള്ളിൽ സങ്കല്പിച്ചുണ്ടാക്കാനുള്ള, അവർക്ക് കിട്ടാനുള്ള ഇന്ദ്രിയ സുഖഹേതുവായ സ്വർഗത്തെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ ചെന്നാൽ എങ്ങനെ, ഇവിടെ ചെന്നാൽ ഇങ്ങനെ.
അതില്ല എങ്കിലും അവർക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു മരീചിക അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത് എത്ര വിദ്യാസമ്പന്നരാണ് മതം മാറി പൊട്ടിത്തെറിച്ച് സമൂഹത്തിന് നാശമുണ്ടാക്കുന്നത്. എത്ര ഈശ്വരൻ തന്ന സുന്ദരമായ ജീവിതം, മനുഷ്യ ജീവിതം, ഇത്രയും അക്കാദമിക് നിലവാരമുള്ളവർ പോലും ഇന്ന് പൊട്ടിത്തെറിച്ച് നശിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ മനം മാറ്റി മതം മാറ്റുന്ന ശക്തമായ ഒന്ന് ഇന്ന് നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇത് ബോധ്യപ്പെട്ടാൽ ആരാണോ ഇതിനെതിരെ നിൽക്കുന്നത് അവരെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സമൂഹം വളർന്നു വന്നാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും. അതിന് ജാതിയില്ല, മതമില്ല, സമ്പ്രദായമില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രം മാത്രം ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരം പുഴുക്കുത്തുകളെ കണ്ടെത്തി വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞാൽ നമ്മുടെ നാട് ഭാരതം വിശ്വഗുരുവാകാൻ അധിക കാലം വേണ്ട. പക്ഷെ ഈ പുഴുക്കുത്തുകളെ കണ്ടെത്തണം, വേരോടെ പിഴുതു മാറ്റണം. അതിന്റെ കൊമ്പോ ചില്ലയോ ഇലയോ എടുത്തു മാറ്റിയാൽ പോരാ, അതിനെ മൊത്തത്തിൽ എടുത്തു മാറ്റി വേണ്ടതിനെ നട്ട് നനച്ച് വളർത്തി നവാങ്കുരം നല്ല ഉയർത്തുക. നല്ല പോലെ വേണ്ടാത്തതിനെ വേരോടെ പിഴുതു മാറ്റണം. ഇവിടെ സംഭവിച്ചത് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ പെട്ടതുകൊണ്ട് കൈകേയി എന്ന് പറയുന്ന നല്ല രീതിയിൽ രാമനെ കണ്ടിരുന്ന, എന്റെ മകനാണവൻ എന്ന് പറഞ്ഞിരുന്ന ആ അമ്മ പോലും മാറിയെങ്കിൽ സർവ്വസാധാരണക്കാരായ നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊക്കെ ഏത് ആദർശം പറഞ്ഞാലും അടുത്ത സെക്കൻഡിൽ മറ്റൊന്നായി തീരും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. ആ മാറ്റമാണ് മന്ധരയുടെ കയ്യിലൂടെ കൈകേയി എന്ന് അമ്മ മാറിപ്പോയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ ആചരണങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിലും അവരും അറിയാതെ മാറിപ്പോകും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു വലിയ സന്തോഷത്തോടു കൂടി കൈകേയി ആ മന്ധരയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇത്രമാത്രം നന്മയുള്ളവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആര്? എന്തൊരു നന്മയാണ് നിന്റെ ഉള്ളില്, നീ ഇത്ര നന്മയുള്ളവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, സർവ കൂനികളിൽ വെച്ച് ശ്രേഷ്ഠയാണ് നീ. കൂനികളിൽ കൂനി, അങ്ങനെയുള്ള ആളാണ് നീ. നിന്റെ സാമർഥ്യം, ഒരു തീർപ്പ് കൽപ്പിക്കുവാനുള്ള നിന്റെ സാമർഥ്യം ഈ ലോകത്തിൽ മറ്റാർക്കുമില്ല. കാഴ്ചയിൽ വെറുപ്പ് തോന്നുന്ന എത്രയോ കൂനിമാർ ഈ ലോകത്തുണ്ട്. എന്നാൽ നിന്നെ കാണുമ്പോൾ കാറ്റുകൊണ്ട് ചാഞ്ഞ ഒരു താമരപ്പൂ പോലെ മനോഹര ഗാത്രിയാണ് നീ. നിന്റെ രൂപഭംഗി അവാച്യമാണ് മന്ധരെ. രാമൻ കാട്ടിൽ പോയാൽ, ഭരതൻ നാടുവാണ് കഴിഞ്ഞാൽ, മായാജാലങ്ങളും വിജ്ഞാനങ്ങളും ക്ഷത്രിയ വിദ്യകളും അധികമുള്ള നിന്റെ ആ കൂനിലുണ്ടല്ലോ ഞാനൊരു കനകമാല അണിയിക്കുന്നുണ്ട്, നിന്നെ ഞാൻ ഇവിടത്തെ തമ്പുരാട്ടിയാക്കി മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറെ ഓഫറുകളും മന്ധരയ്ക്ക് കൊടുത്ത് കൈകേയി സന്തോഷത്തോടെ അന്തഃപുരത്തിൽ നിന്ന് തന്റെ ക്രോധാലയത്തിലേക്ക് വേഗത്തിൽ പോയി. പോകുന്ന വഴിക്ക് അവസാനത്തെ ഒരു യാത്ര പറച്ചിലുണ്ടല്ലോ. എത്ര ബന്ധുക്കളാണ് വീട്ടിന്റെ ഉള്ളിലിരുന്ന് യാത്ര പറഞ്ഞു, സിറ്റ് ഔട്ടിൽ വന്നിട്ട് യാത്ര പറഞ്ഞു, എന്നാൽ ഗേറ്റ് കടന്ന ഒരു ടാറ്റ കൊടുക്കൽ കൂടിയുണ്ട്. ഇതെന്തിനാന്നറിയില്ല. എത്ര തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ കാറിലിരുന്ന് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തു, എന്നാൽ കാറ് നിർത്തി അവിടെ നിന്നും വീണ്ടും ഒരു യാത്ര പറച്ചിലുണ്ടല്ലോ. ഇതുപോലെ അവസാനത്തെ യാത്ര പറച്ചിലിൽ പറഞ്ഞു, ക്രോധാലയത്തിൽ ചെല്ലുമ്പോൾ ഭർത്താവ് വന്നാൽ കാര്യങ്ങൾ രണ്ടേ മനസ്സിലുണ്ടാകാവൂ. അദ്ദേഹത്തിന്റെ മുന്നിൽ ചാടിക്കേറി ഒന്നും പറയരുത്, ഉറപ്പ് കിട്ടണം. അതുകൊണ്ട് നോക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യരുത്. ദീനദീനം കരയുക, മാത്രമല്ല രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക എന്ന് അവസാനത്തെ പോക്കില കൂനിയൊന്ന് ഓർമ്മിപ്പിച്ചതോടുകൂടി ആ ക്രോധാലയത്തിൽ ചെന്ന് ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് വെറും നിലത്ത് ഒരു കിന്നരക്കന്യക അമ്പരതലത്തിൽ നിന്ന് താഴെ പതിച്ചതുപോലെ ആ കൈകേയി അവിടെ കിടന്ന് ദീനദീനം കരയുവാൻ തുടങ്ങി. ഇതാണ് അയോധ്യാകാന്ഡത്തിൽ ആ രണ്ട് വരങ്ങൾ വാങ്ങുവാൻ വേണ്ടി അവർ തയ്യാറെടുത്ത സുന്ദരമായ ചിത്രം. ഇത് ഏതോ കാലത്ത് നടന്നു എന്നൊന്നും ചിന്തിക്കണ്ട. പക്ഷെ നമ്മുടെ വർത്തമാന കാലത്തിൽ ഇതല്ലെങ്കിൽ ഇതിനെ നവീകരിച്ച തരത്തിൽ പലതും നടക്കുന്നുണ്ട്. അതുമൂലം സംഭവിക്കുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും രാമായണത്തിലുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ളിൽ ഒരു കൈകേയിയുണ്ട്, ദശരഥനുണ്ട്, മന്ധരയുണ്ട്. ഈ ആളുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയാൽ പതുക്കെ വളരെ വേഗത്തിലൊന്നും സാധ്യമല്ല. ദീർഘകാലം കൊണ്ടുണ്ടായ സ്വഭാവം മാറണമെങ്കിൽ ദീർഘകാലം തന്നെ വേണം. പക്ഷെ ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അധികം സമയമെടുക്കാതെ നമുക്ക് നമ്മളെയും പരിവർത്തനം ചെയ്യാൻ പറ്റും
എന്ന് ഉള്ള ഒരു സങ്കല്പം, ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു സമയം അവസാനിപ്പിക്കാം. കാരണം 8:45. വീണ്ടും പറയുന്നു, ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ സംശയം വന്നാൽ നമ്മൾ ഒരു തുണ്ട് കടലാസിൽ എഴുതി ഇവിടെ തരണം. ഞാൻ പറഞ്ഞ വിഷയത്തിൽ പൊതുകാര്യങ്ങളിലോ അല്ലാതെയോ കുറച്ച് ആഴത്തിലുള്ള നമുക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ചിദാനന്ദപുരി സ്വാമികൾ വരുന്നു. സ്വാമിജിയെ കിട്ടാവുന്ന നമ്മുടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം, അത് കാലികമായതോ സ്വാമിജിക്ക് അങ്ങനെ ആ പ്രശ്നമൊന്നുമില്ല. കാരണം സ്വാമിജിയുടെ ഉള്ളിൽ ഒരു ശ്രീശങ്കരൻ അങ്ങനെ ഉണ്ട്, സാക്ഷാൽ ദക്ഷിണാമൂർത്തി ആ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് സ്വാമിജിക്ക് ഏത് ചോദ്യവും സ്വാമിജിയുടെ ഉള്ളിൽ ചോദ്യം വായിക്കുന്ന സമയത്തെ ഉത്തരം വന്നുകൊള്ളും. അതുകൊണ്ട് സ്വാമിജിയോട് നമുക്ക് ചോദിക്കാം. സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ സ്വാമിജി വരണമെന്ന് കൊണ്ടുവരണം. ആ മക്കളെ കൊണ്ട് ചില ചോദ്യങ്ങൾ അവരുടെ കൂട്ടുകാരികളും ഇന്നത്തെ നവമാധ്യമങ്ങളിൽ കാണുന്നതും, അവർ ഈ ഹിന്ദു ധർമ്മത്തെ ഏതോ തരത്തിൽ അതിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം എന്തെന്ന് മനസ്സിലാക്കി മക്കൾക്ക് വേണ്ടി നമ്മൾ ആ ചോദ്യം ചോദിക്കുകയും മക്കളെ കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളൊന്ന് പ്രേരിപ്പിക്കുകയും ചെയ്താൽ ചിലപ്പോൾ ആ ഒരു ഉത്തരം മതി. ഇത് ആര് പറഞ്ഞത് അവർക്ക് മനസ്സിലാവുമെന്നൊന്നും അറിയില്ലല്ലോ, ചിലപ്പോൾ ഒരു സ്പാർക്ക് മതി. കാരണം കുഞ്ഞുങ്ങൾ നല്ലവരാ. കുട്ടിക്കാലം മുതൽ അമ്മ ചൊല്ലിത്തന്ന നാമം ജപിച്ച് ധ്യാനം അഭ്യസിച്ച് ക്ഷേത്രത്തിൽ പോയി ആ ഹിന്ദു ധർമ്മത്തിൽ ഉറച്ചു ജീവിച്ച ഒരു കുഞ്ഞ്, ഒരു നല്ല തറവാട്ടിൽ ജനിച്ച ഒരു കുഞ്ഞ്, പാരമ്പര്യമായ ഹിന്ദു തറവാടുകളിൽ എന്തൊക്കെ ആചരണങ്ങളുണ്ടോ ആചരണങ്ങളിൽ ജനിച്ച കുഞ്ഞായിരുന്നു വിവേകാനന്ദൻ, നരേന്ദ്രൻ. ആ നരേന്ദ്രനാണ് 16 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈശ്വരനുണ്ടോ വിഗ്രഹമുണ്ടോ അതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ് വിഗ്രഹാരാധന എതിർത്തത്. കാരണം ലോകത്തിൽ പലതിനാൽ സ്വാധീനിക്കപ്പെടും. പക്ഷെ കുട്ടിക്കാലത്തൊരു സംസ്കാരം, ആ അഗ്നി ഉള്ളിലുണ്ടായാൽ, ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണോ ആ സംഘടനയുടെ ആശയം എൻ്റെ ഉള്ളിലും സ്വാധീനിക്കും. ബ്രഹ്മസമാജത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് ബ്രഹ്മസമാജം മുന്നിൽ വച്ച ആശയങ്ങൾ ലോകത്തിനോട് ചോദിച്ചു വിവേകാനന്ദൻ. 5 കൊല്ലം കുളിക്കാതെ ഈശ്വരനുണ്ടോ ആര് ചോദിച്ചാലും ചോദിക്കാൻ ഒരു മടിയുമില്ല. ഇത്രയും കാലം ഭജിച്ചിരുന്ന കുഞ്ഞാണ്. എല്ലാ കൗമാരക്കാരും ഈ സ്വഭാവമുണ്ട്. നമുക്ക് ഓരോ പ്രായത്തിലും ഓരോ ആദർശമാണ്. കുട്ടിക്കാലത്തെ ആദർശമല്ല വലുതായപ്പോൾ, അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ വിവേകാനന്ദനിലും ആ മാറ്റം വന്നു. പക്ഷേ കുട്ടിക്കാലത്തുണ്ടായ ആ സംസ്കാരം പരമഹംസരുടെ മുന്നിൽ ചെന്നപ്പോൾ ചാരം മൂടിക്കിടന്ന ആ അഗ്നി അദ്ദേഹം ഊതിക്കത്തിച്ച് അഗ്നിജ്വാല വമിക്കുന്ന ആ വസ്ത്രത്തിലേക്ക് വിവേകാനന്ദൻ മാറിയെങ്കിൽ ഉള്ളിലൊരു സംസ്കാരം ഉണ്ടായാൽ മതി, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ എവിടെ പോയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. പക്ഷെ അത് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പദ്ധതികൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും, 70 ദിവസം, എത്ര പണം, നമ്മുടെയൊക്കെ ഊർജം. ഒരാളുടെ മൊത്തം 1.5 മണിക്കൂറല്ല, ഇവിടെ ഇരിക്കുന്ന 100 പേരുടെ 1.5 മണിക്കൂറാ പോകുന്നേ. എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വീട്ടുകാരായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ആ 1.5 മണിക്കൂർ വെച്ച് 70 ദിവസം. അപ്പോ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണ്ടേ. കുറച്ച് സ്നേഹം കാണിച്ചും എന്തെങ്കിലുമൊക്കെ, എന്തൊക്കെ ഓഫർ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഒരു ഓഫർ കൂടി കൊടുക്കൂ, ഇവിടെ വന്നിരുന്നാൽ അത് തരാം ഇത് തരാന്ന് പറയൂ. അല്ലാതെ പലതും വേണ്ടാത്ത പലതും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. വേണ്ട ചിലതൊക്കെ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ ഇരുത്തു. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വേണം. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ്റെ ആ തല്ലില്, ആ ചൂരല്, അമ്മയുടെ ആ വാക്കില് മുത്തച്ഛനും മുത്തശ്ശിയും സമ്മതിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് അന്ന് പലതും ഇഷ്ടമല്ല. പിന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? നമ്മുടെ മുതിർന്നവർ നമ്മളെ നേരിന്റെ വഴി കാണിച്ചു തന്നിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ക്ഷേത്രത്തിൽ വരാനും പ്രഭാഷണം കേൾക്കാനും ഇഷ്ടമല്ല. പക്ഷെ നമുക്കിഷ്ടമുണ്ടോ? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ചില കാര്യങ്ങളിൽ നിഷ്കർഷയുണ്ടായിരുന്നു, നമുക്കുണ്ടോ? അത് അവരുടെ നട്ടെല്ലും അവരുടെ കൈക്കരുത്തും നമുക്കുണ്ടോ? അത് നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ അർത്ഥം ഇന്നത്തെ കുഞ്ഞിനോട് പെരുമാറേണ്ട പോലെ പെരുമാറണം. അങ്ങനെ അവരെ ഒന്ന് കൂട്ടി
ഒരാളെങ്കിലും വന്നാൽ അത്രയും നന്നായി, ഇത്രയും പരിശ്രമം നടക്കുന്നുണ്ടല്ലോ, എല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കൊരു 10, 15, 20 കുഞ്ഞുങ്ങൾ വന്നാൽ ആ ഒരു പരിശ്രമത്തിനും ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ നമ്മളും ഈ വരാൻ പോകുന്ന തലമുറയും ചേരുമ്പോൾ അത് ഏറ്റവും സമ്പന്നമാകും. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നാളെ എഴുതിക്കൊണ്ടെന്ന് വെക്കണം. പൊതുവായ കാര്യങ്ങളൊക്കെ ആചരണങ്ങളായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ചിദാനന്ദപുരി സ്വാമികളോട് നിർബന്ധമായിട്ട് നാളെ തൊട്ട് എഴുതി കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവയ്ക്കുക, അതൊക്കെ എടുത്തു വെക്കാം, സ്വാമിജി വരുമ്പോൾ ചോദിക്കാം. രാമായണ സംബന്ധി ഇപ്പം ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ എഴുതി വെക്കണം. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.